മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വക്കീലാണെങ്കിൽ ആകെ കുടുങ്ങിയിരിക്കുക കേട്ടോ. നമ്മളെ വേണുവിൻ്റെയൊക്കെ വക്കീൽ നമ്മളെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്തുവാ വക്കീൽ ഇതിനകത്താണെങ്കിൽ ഇയാളാണല്ലോ പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആദ്യം അയാൾ 10 കോടി ചോദിക്കുന്നുണ്ട്, പിന്നെ അയാൾ 20 കോടിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, താനെന്തോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വക്കീലും വേണു അറിഞ്ഞിട്ടില്ലായിരുന്നു മുത്തശ്ശൻ അന്ന് വന്ന സമയത്ത്. മുത്തശ്ശൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള കാര്യമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആകെയാണെങ്കിൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുക കേട്ടോ. നമ്മളെ വക്കീലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മളെ ജഡ്ജി ചോദിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളെ വേണുവിൻ്റെ വക്കീലിനൊന്നും പറയാൻ പറ്റാതെ തല കുനിഞ്ഞൊക്കെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ നവീൻ പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ മൂർത്തി സാറിനെ ആണെങ്കിൽ ബാർഗിൻ ചെയ്താണ് ഇങ്ങനെ പൈസകൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ മുത്തശ്ശനെ അവിടെ വിളിച്ച് വരുത്തുമായിരുന്നു. അതിനുശേഷം അവരിങ്ങനെ മുത്തശ്ശൻ ചെന്നതിന് ശേഷം ഇങ്ങനെ ബാർഗിൻ ചെയ്ത് ഇവർ 10 കോടി പറഞ്ഞ അവസാനം അത് ബാർഗിൻ ചെയ്ത് 20 കോടി വരായി. അങ്ങനെ മുത്തശ്ശന് ദേഷ്യം വന്നിട്ടാണ് മുത്തശ്ശനാണെങ്കിൽ അന്ന് വേണുവിനെ അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് അന്ന് അവിടെ നടന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നവീനാണെങ്കിൽ ഇങ്ങനെ വേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്തുമായിരുന്നു, നിങ്ങളെ മോളെ ജീവിതം വെച്ചിട്ട് നിങ്ങളിങ്ങനെ പൈസയ്ക്ക് ഇങ്ങനെ ബാർഗിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പം വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ നവീനാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെ പോലെ കുത്തഴ ജീവിതം തന്നെയാണോ നിങ്ങളെ മോളെന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും അല്ല, ഞാൻ എൻ്റെ മോളെ നല്ല രീതിയിലാണ് വളർത്തിയത്, അവൾക്ക് എൻ്റെ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നും അറിയാതെ തന്നെ അവളെ ഞാൻ നല്ല രീതിയിൽ വളർത്തിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ വല്ല വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ അവൾ ഫസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവീൻ ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മോളെ ആ കഴിവ് നശിച്ചു പോയെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട്, അത് അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അവൾ ആ കഴിവെല്ലാം പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മളെ നവീൻ പറയുന്നുണ്ട്, നേരത്തെ നയനയെടുത്ത് ഇങ്ങനെ ഇവിടെ നിർത്തി ചോദ്യം ചെയ്ത സമയത്ത് നയന അതല്ലല്ലോ പറഞ്ഞ്, നയനയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നയനയ്ക്ക് ഇത്രയ്ക്കും കഴിവുകളും കാര്യങ്ങളും എല്ലാം അവളെ ഭർത്താവിൻ്റെ വീട്ടുകാരാണല്ലോ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ കേരളം അറിയപ്പെടുന്നൊരു ഡിസൈനറായ നയന മാറിയെന്നാണല്ലോ നയന പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ മോളടുത്ത് മാത്രം എന്താ അവരങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേണു പറയുന്നുണ്ട്, അതെനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവീൻ പറയുന്നുണ്ട്, അതെന്തായാലും നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പൊയ്ക്കോ, എന്തായാലും ഇനി ആ കാര്യം ഞാൻ നിങ്ങളെ മോളടുത്ത് തന്നെ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവീനാണെങ്കിൽ അടുത്ത് അനാമികയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അനാമികയെ കൂട്ടിലൊക്കെ കയറ്റി നിർത്തിയിട്ടാണെങ്കിൽ നവീനാണെങ്കിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിലും നവീനാണെങ്കിലും കോടതിയിൽ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക പോലും ഇത്രയും എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. അവരെന്തായാലും ഇങ്ങനെ അനന്തപുരിക്കാർക്ക് കേസ് കൊടുത്ത സമയത്ത് അവർ വിചാരിച്ച് എന്തായാലും പൈസയൊക്കെ വാങ്ങിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അച്ഛനും മോളും എന്തായാലും കോടതിയിൽ ഇത്രയ്ക്ക് നാണം കെടുമെന്ന് എന്തായാലും അവരെന്തായാലും കരുതി കാണത്തില്ല. അങ്ങനെ നമ്മൾ നവീൻ ചോദിക്കുന്നുണ്ട്, അനാമിക അടുത്ത് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് വയ്ക്കുന്ന സമയത്താണെങ്കിൽ അനാമിക പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് വരെ പഠിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, വെസ്റ്റേൺ മ്യൂസിക്കിൽ ഞാൻ PG ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നവീൻ പറയുന്നുണ്ട്, ഓ അപ്പോൾ അതൊക്കെ എപ്പോഴാണ് പിന്നെ ഇല്ലാതായെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഇല്ലാതായെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, അതേന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നവീൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ അല്ലല്ലോ കല്യാണത്തിന് ഒരു വർഷം മുമ്പ് നിർത്തലാക്കിയെന്നൊക്കെ ഞാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവീൻ ചോദിക്കുന്നുണ്ട്, എന്തേ അത് അറിയാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം റോഷൻ എന്നൊരു പയ്യൻ കാരണമാണ് താൻ അതെല്ലാം നിർത്തലാക്കിയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ അറിയാവുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനാമികയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കും. നമ്മൾ അനാമികയാണെങ്കിൽ കോടതി മുറിയിൽ നിന്ന് വിയർത്തൊലിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവീൻ ചോദിക്കുന്നുണ്ട്, താൻ പറഞ്ഞത് തൻ്റെ ഭർത്താവാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ബെൽറ്റൊക്കെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെയല്ലേ താൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനാമിക പറയുന്നുണ്ട്, അത് തന്നെയാണ്, എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, അപ്പോൾ താനിത് വീട്ടിൽ പറയുമ്പം മൂർത്തി സാറും അവരൊക്കെ തന്നെ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തൻ്റെ ഭർത്താവ് ഉപദ്രവിക്കുമ്പം അവരൊക്കെ എന്താ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നവീൻ പറയുന്നുണ്ട്, ഇത് നേരെ തിരിച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറയുന്നുണ്ട്. നവീൻ പറയുന്നുണ്ട്, അനാമികയ്ക്കാണ് ദേഷ്യം വരുന്ന സമയത്ത് അനാമികയാണ് തിരിച്ച് അനിയെ ഉപദ്രവിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്തത്. അതൊരു ദിവസം അനാമികയ്ക്കാണെങ്കിൽ ഇതൊക്കെ അനിയെ ഉപദ്രവിച്ചപ്പം എനിക്കാണെങ്കിൽ സഹികെട്ടാണെങ്കിൽ അനി ആ ഒരു ദൃശ്യങ്ങൾ വീഡിയോ എടുത്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ പെൻഡ്രൈവിലാക്കിയിട്ട് നമ്മളെ ജഡ്ജിനെ കാണിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അനാമികയുടെ വക്കീൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഇവർ തമ്മിലുള്ള ബെഡ്റൂം രഹസ്യങ്ങളൊന്നും പുറത്ത് ഇങ്ങനെ പബ്ലിക്കിൽ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്ന സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, ഇതത്രയ്ക്ക് മോശമായ രീതിയിലുള്ളതൊന്നും അല്ല, ഇത് മറ്റുള്ളവർ കാണേണ്ട രീതിയിലുള്ളത് തന്നെ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. താൻ അവിടെ ഇരിക്കാനൊക്കെ പറയുക കേട്ടോ. അങ്ങനെ നമ്മൾ നവീൻ ചോദിക്കുന്നുണ്ട്, ഈ വീഡിയോ കണ്ടിട്ട് എന്താ തനിക്ക് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ
അനാമിക പറയുന്നുണ്ട്, അതൊരു ദിവസം എനിക്ക് പിന്നെ എന്നെ എപ്പോഴും ഉപദ്രവിക്കുമ്പം എനിക്കൊരു ദിവസം എനിക്ക് സമനില തെറ്റി ഞാൻ ചെയ്തതാണെന്ന് പറയുന്ന സമയത്ത് നവീൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമനിലയൊക്കെ തെറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഒരു ദിവസം എനിക്ക് എൻ്റെ ഗതികേട് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ പറയുന്നുണ്ട്, അത് കണക്ക് താൻ ഇവിടെ പരാതി കൊടുത്തൊരു സംഭവമല്ലേ, അനിയാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങുകയും വെക്കുകയൊക്കെ ചെയ്യുന്നെന്നുള്ള കാര്യവും താൻ ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നവീന്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്തായാലും അനി കുറേ പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവരുന്നെന്നൊക്കെ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ സത്യമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവീൻ ചോദിക്കുന്നുണ്ട്, അനാമിക +2 പഠിച്ച കാലം തൊട്ട് എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. +2 തൊട്ട് ഇപ്പോഴും താൻ പിന്നെ ഒരാളെ പ്രണയിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനാമിക ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നവീൻ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ താനൊന്ന് ഉറച്ചൊരു തീരുമാനം പറയാനൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവീനാണെങ്കിൽ ജഡ്ജിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അനാമിക ഇപ്പോഴും ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. നവീനാണെങ്കിൽ ജഡ്ജിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ഇപ്പോഴും ഒരു പയ്യനെ പ്രണയിക്കുന്നുണ്ട്, ആ പയ്യൻ്റെ പേര് സ്റ്റെഫിൻ എന്നാണ്. അപ്പോൾ ആ പയ്യനുമായിട്ട് ഇവർ ബൈക്കിലും പാർക്കിലും ബീച്ചിലൊക്കെ ഇവർ കറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ആ ദൃശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നവീനാണെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ ആണെങ്കിൽ ജഡ്ജിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്, അത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനിയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹങ്ങൾക്കും ആണെങ്കിലും അനി സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ല, എൻ്റെ അടുത്തൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദാമ്പത്യ ജീവിതമോ ഒന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നവീനാണെങ്കിൽ അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, അനാമിക പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയം പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിൻ്റെ അന്നത്തെ ദിവസം തന്നെ അനാമിക ഒരു ഡ്രഗ്സ് അടിമയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലൊരു ജീവിതവും ഇല്ലാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ജഡ്ജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, എന്തായാലും കല്യാണം കഴിഞ്ഞല്ലോ, ഇനി വീട്ടുകാരെയും കൂടെ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചാണെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. കേൾക്കുന്ന അനാമികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ അനാമിക എടുത്ത് ചോദിക്കുന്നുണ്ട്, അനാമിക ഇതിന് മുമ്പ് ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നവീൻ പറയുന്നുണ്ട്, 2023 ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് അനാമിക ഇതിനൊക്കെ ഡ്രഗ്സ് ഉപയോഗിച്ച് അനാമിക ബോധം കെട്ട് വീണെന്ന് അനാമിക എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. ഇത് അനാമികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിചാരിച്ചത് അവിടെ വെച്ച് കഴിച്ച ഡ്രിങ്ക്സിൻ്റെയും ഡ്രഗ്സിൻ്റെയൊക്കെ ഇത് കൊണ്ടായിരിക്കും അനാമിക തലയിറങ്ങി വീണെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ അതൊന്നും അല്ലായിരുന്നു കാര്യം. ആ സമയത്ത് അനാമികയ്ക്കാണെങ്കിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ആ പയ്യൻ്റെ പേരാണ് റോഷൻ. അപ്പോൾ ആ പയ്യനും അനാമികയുമായിട്ട് റിലേഷനിലൊക്കെ ഉണ്ടായപ്പം അനാമിക അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും അനാമികയ്ക്കാണെങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റാതെ അനാമികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി ആകെ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജും ഒക്കെ ആയി. അങ്ങനെ അവിടെ ഉള്ളവരും പിന്നെ അതൊക്കെ അനാമികയുടെ അച്ഛനും കൂടെ ചേർന്ന് അനാമികയെ കൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 മാസത്തോളം അനാമിക മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, ഡിപ്രഷനിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയ്ക്ക് ഇരുട്ടൊക്കെ പേടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ അനാമികയാണെങ്കിൽ ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഉള്ള ഒരു സംശയത്തിൽ അനാമിക ഒരു ടെൻഷനും വിയർത്തൊക്കെ ഒഴുകി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, എനിക്ക് ശേഖരിച്ച് തന്നത്, എന്നെ ഒന്ന് സഹായിച്ചതൊക്കെ ചെയ്തത് ഈ നിൽക്കുന്ന SI നന്ദനയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദനയ്ക്ക് അഭിനന്ദനങ്ങളെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനാമികയ്ക്കാണെങ്കിൽ ഒന്നാതെ നന്ദനെ കണ്ടുകൂടാ, അതിൻ്റെ ഇടയ്ക്കൂടെ ഇതെല്ലാം തെളിവുകളും എല്ലാം കൂടെ ശേഖരിച്ച് കൊടുത്തെന്നൊക്കെ പറയുന്ന സമയത്ത് അനാമികയ്ക്കാണെങ്കിൽ നന്ദുവിനാണെങ്കിൽ അരച്ചിലക്കി കുടിച്ചാലുള്ള ദേഷ്യം അത്രയ്ക്കും നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് അനാമികയ്ക്ക് ഉണ്ട് കേട്ടോ. നവീൻ പറയുന്നുണ്ട്, പിന്നെ ഇതെനിക്ക് ഡിപ്രഷനൊക്കെ ആയിരുന്ന സ്റ്റേജിൽ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഇതെനിക്ക് വേറൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അനാമികയ്ക്കുള്ള അസുഖങ്ങൾ ചാൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ വേണമാണെങ്കിൽ അവർ താമസിച്ച സ്ഥലത്തു നിന്നാണെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയൊക്കെ അവർ വരുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ ഈ ഒരു കാര്യങ്ങൾ അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് വേണമൊക്കെ താമസം മാറി വന്നത് കേട്ടോ. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ അനാമികയുടെ കണ്ണിലാണെങ്കിൽ അനിയുടെ കവിതയൊക്കെ വന്ന് പെടുന്നത് കേട്ടോ. അങ്ങനെ അവർ നോക്കുന്ന സമയത്താണെങ്കിൽ എന്തായാലും കൊള്ളാം, നല്ല ആൾക്കാരുമാണ്, നല്ല ഇപ്പോൾ അറിയപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പം മോക്കാണെങ്കിൽ അഹങ്കാരത്തിലൊക്കെ വിളിച്ച് പറയാൻ പറ്റിയ ഒരു കുടുംബമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അനാമികയാണെങ്കിൽ അനിയുടെ പിറകെ കൂടിയതും പിന്നെ അനന്തപുരിക്കാരെയൊക്കെ അനാമികയാണെങ്കിൽ കയ്യിലെടുത്തെന്നൊക്കെ ഇങ്ങനെ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ ജഡ്ജിൻ്റെ അടുത്ത്.
അങ്ങനെ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അനാമികയാണെങ്കിൽ അനന്തപുരിയിലോട്ട് ചെന്നതിന് ശേഷം തൊട്ട് ഒരു ദിവസം പോലും അനിക്കാണെങ്കിൽ ഒരു സമാധാനമോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അനാമിക അവിടെ ചെന്ന് അന്ന് തൊട്ടേ അനാമികയ്ക്കുള്ള നോട്ടം എന്ന് പറഞ്ഞാൽ അനന്തപുരിക്കാർ സ്വത്തിലും സ്വർണ്ണത്തിലൊക്കെ ആയിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സ്വത്തിനുള്ളൊരു മോഹവും കാര്യങ്ങളും കൊണ്ടാണ് ഇന്നിപ്പം ഇവിടെ ഈ കോടതി വരെ കേസ് വന്ന് നിൽക്കാനുള്ള കാരണം ഉണ്ടായതും ഒരു വട്ടം പോലും കോടതിയിൽ കയറാത്ത അനന്തപുരിക്കാരെ എല്ലാം ഇന്നിപ്പോൾ ഈ കോടതിയിൽ കയറ്റിയതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അതിന് നവീൻ അവർക്ക് അവരഭിമാനത്തിലാണെങ്കിൽ ക്ഷത ഏൽക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഈ പെൺകുട്ടി ചെയ്തതെന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിലവിലിപ്പം പ്രതികളായിട്ടുള്ള ഇവരെയൊക്കെ വെറുതെ വിടണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ കോടതിയെടുത്ത് ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. നവീൻ പറയുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറിൽ സ്വർണം പോലെ പത്രം മാറ്റാണ് അവിടുത്തെ ഓരോരുത്തരെയും മനസ്സെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതിന് ശേഷമാണ് നമ്മൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് അനാമികയെടുത്ത് കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനാമികയാണെങ്കിൽ ഭയങ്കര കട്ടക്കലിപ്പിലാണെങ്കിലും നമ്മൾ അനിയെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അനിക്കോട്ടത്ത് എന്തോ പണി കൊടുക്കാനുള്ള ഒരു ഇതായിരിക്കും. ഇപ്പം ഇനി കൊടുക്കാനുള്ള എല്ലാ പണികളൊക്കെ തീർന്നല്ലോ. അപ്പോൾ അടുത്ത് ഇനി എന്തെങ്കിലും ഇനി നന്ദുവിൻ്റെ കാര്യമൊക്കെ കുറിച്ച് പറയാനായിരിക്കും എന്ന് തോന്നുന്നു. നല്ല കട്ടക്കലിപ്പിൽ അനിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അനാമികയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.